വൈറ്റില റെയിൽവേ ട്രാക്കിലെ കൊലപാതകത്തിൽ പ്രതിയായ ഷാജിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വാക്കുതർക്കത്തിനിടെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നായിരുന്നു കൊലപാതകമെന്ന് പ്രതിയുടെ മൊഴി. ക്രൂരമായ ആക്രമണമാണ് യുവതി നേരിട്ടത്. സുധയുമായുള്ള ബന്ധം തന്റെ കുടുംബ ജീവിതത്തെ ബാധിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് ഷാജി കൃത്യം നടത്തിയതെന്ന് പോലീസ്. പ്രതിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിമാൻഡ് ചെയ്യും. മോട്ടീവ് ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ചെയ്തു. തലയ്ക്കല്ല, ആള് ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. ഷർട്ടും ബാക്കി ബ്ലഡ് സ്റ്റെയിൻ ഇവിടെ ഉണ്ടായിരുന്ന, നമ്മുടെ സീൻ ഓഫ് ക്രൈമിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനും ബാക്കി വെഹിക്കിൾ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് തന്നെയാണ്. ഇവിടെ വെച്ചാണ്. വൺസ് ഇൻ 2-3 months ഇവർ മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായി വന്നതാണ്. ഇയാൾ മാത്രം തന്നെയാണോ പ്രതി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും റോള്? ഇല്ല, ഇയാൾ മാത്രമാണ്. രാഗിൻ വിവരങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, പ്രതി കുറ്റസമ്മതം നടത്തിയെന്ന് പോലീസ് ഉദ്യോഗസ്ഥ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് കൊല നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ വിവരിച്ചുവല്ലോ. എന്താണ് പുറത്തുവരുന്ന ഈ കൃത്യവുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണരൂപം? അക്ഷയ, കൊച്ചി DCP അശ്വതി ജിജിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. എന്തായാലും ആ യുവതി ഏറ്റുവാങ്ങേണ്ടി വന്നത് ക്രൂരമായിട്ടുള്ള ആക്രമണമാണ് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ സുധയുടെ മൃതദേഹം അവിടെ കണ്ടത്. അതോടൊപ്പം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തന്നെ കൊലപാതകമാണെന്ന് വ്യക്തമായിരുന്നു. ഷാജിയെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഷാജിയെ അവിടെ തെളിവെടുപ്പിനെത്തിച്ചു. എന്താണ് ഉണ്ടായത് എന്ന് പോലീസ് സംഘം ഷാജിയോട് ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. ഇതിലേറ്റവും പ്രധാനം, അവർ അവിടെ എത്തുന്നു, അതിനുശേഷം തർക്കമുണ്ടാകുന്നു, പിടിവലി ഉണ്ടാകുന്നു. അതിനുശേഷം ഷാജി ഈ സുധയെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. മുഖത്തും അതോടൊപ്പം തന്നെ കണ്ണിനും ഒക്കെ തന്നെ തലയ്ക്കും ഒക്കെ തന്നെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണു, കല്ലിൽ തലയിടിച്ചു. അപ്പോൾ തല മുറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുവതി സുധ ഒച്ചവെച്ച ഘട്ടത്തിൽ മറ്റാരെങ്കിലും കേൾക്കുമെന്ന ഭയത്തിൽ ഈ മൂക്കും അതോടൊപ്പം തന്നെ വായയും ഒക്കെ തന്നെ പൊത്തിപ്പിടിച്ചു. അപ്പോൾ കുറച്ചുകൂടി ബ്ലീഡ് ചെയ്തു. അങ്ങനെ ഒടുവിൽ ജീവൻ നഷ്ടപ്പെടുകയാണ്. ആ രീതിയിലാണ് ഇയാൾ കൃത്യം നടത്തിയിട്ടുള്ളത്. പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രകോപനമാണ് ഇതിലേക്ക് നയിച്ചത് എന്നതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങളടക്കം നിർണായകമാവുകയും ചെയ്തു. പോലീസിന് കിട്ടിയിരിക്കുന്ന ഇയാൾ രണ്ടുപേരും കൂടി അവിടേക്ക് വരുന്നു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ ആ ബ്ലഡ് സ്റ്റെയിൻ ഇയാളുടെ ദേഹത്തുണ്ട്. അപ്പോൾ ഇയാൾ തന്നെയാണ് ഇത് എന്ന് വ്യക്തമാവുകയായിരുന്നു പോലീസിനെ സംബന്ധിച്ചിടത്തോളം. ഈ ബന്ധം, സുധയുമായിട്ടുള്ള ബന്ധം തന്റെ കുടുംബ ജീവിതത്തെ അഫക്റ്റ് ചെയ്യുമെന്ന് കണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നതാണ് ഈ ഷാജി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനി ഉടൻ തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും, മറ്റു ബന്ധപ്പെട്ട തെളിവുകളടക്കം ശേഖരിക്കും. ഇയാളെ വീട്ടിലെത്തിച്ച് ഈ ഷർട്ട്, അന്ന് ഉപയോഗിച്ചിരുന്ന ഷർട്ട്, ആ ബ്ലഡ് സ്റ്റെയിനുള്ള ഷർട്ട് അടക്കം പോലീസ് കണ്ടെടുക്കും. ഒപ്പം ഈ ഷാജിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. രാഗിൻ വാർത്ത റിപ്പോർട്ട് ചെയ്ത്.